ശരത് പ്രസാദിൻ്റെ ഈ ഓഡിയോസ് ക്ലിപ്പിങ്സ് പുറത്തിറങ്ങിയതിന് ശേഷം ഇൻ ബിറ്റ്വീൻ 5 വർഷമായി. ഇവിടെ ഇപ്പോൾ ഈ ഇത് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ 2 പേരുടെ പേരിൽ മെയിനായിട്ടും. ഒന്ന് AC മൊയ്തീൻ, മുൻ മന്ത്രി. രണ്ടാമത് MK കണ്ണൻ. ഈ 2 പേരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ED കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി. അത് MK കണ്ണനെ മാസങ്ങളോളം ജയിലിലിട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി, ED ആണ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് നിങ്ങൾ ആലോചിക്കണം. ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ച് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത പറഞ്ഞ 2 സെൻറ്റൻസ്, അത് 5 നിമിഷം അറിയാമല്ലോ. എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഈ മനുഷ്യനെ നിങ്ങൾ തടങ്കലിലാക്കിയിരിക്കുന്നത്? എന്ത് സാമ്പത്തിക ഇടപാടാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്? അവർക്ക് ഒരു രേഖ ഹാജരാക്കാൻ പറ്റിയില്ല. ബഹുമാനപ്പെട്ട മൊയ്തീൻ സഖാവിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് വീട് റെയ്ഡ് ചെയ്തു അപ്രതീക്ഷിതമായിട്ട്. ഈ കരുവന്നൂർ വിഷയം വന്നപ്പോൾ ED റെയ്ഡ് ചെയ്തു. കിട്ടിയതെന്താ? 27 ലക്ഷം രൂപയുടെ ബാങ്ക് ബാലൻസ് മാത്രം. അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന ഒരു കുടുംബത്തിനാകപ്പാടെ 5 വർഷം മന്ത്രിയായിരുന്ന ആ സഖാവിൻ്റെ ആകപ്പാടെ സമ്പാദ്യം 27 ലക്ഷം രൂപ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കി ക്ലിപ്പിങ്സ് പുറത്തു വന്നത് ഇന്ന് രാവിലെ പുറത്തു വന്നതാണ് എൻ്റെ ഓർമ്മ. ഇത് 5 വർഷം മുമ്പ് എടുത്തു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇവരൊരു സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ കേന്ദ്രീയ ഏജൻസി കണ്ടുപിടിച്ചിട്ടില്ല? അപ്പോൾ ഇതിൽ നമ്മളെന്താ മനസ്സിലാക്കുന്നത്? ഒരു ലൂസ് സ്റ്റോക്ക്, എന്തോ മാനസികാവസ്ഥയിൽ ആരോടോ പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞയാളെ, ആ കേട്ടയാളെ, ഇത് പുറത്തു വിട്ടയാളുടെ കഥകളൊക്കെ ഇന്ന് ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ഒരു ഡിബേറ്റിന് പോലും പ്രാധാന്യമില്ല. ഇന്നത്തെ സംഭവം എന്താ? ഇന്ന് അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് CPM വാദം. നമുക്ക് പരിഗണിക്കാം. പക്ഷേ ആ പറഞ്ഞയാളുണ്ടല്ലോ, അയാൾ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. അല്ല, അയാൾ പറഞ്ഞല്ലോ ഇത് മാനിപ്പുലേറ്റ് ചെയ്താന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പം ആരും ഇത് AI സൃഷ്ടിച്ചതൊന്നും പറയത്തില്ല. ഇപ്പം അടൂർ പ്രകാശ് അതൊന്നും പറയാനുള്ള വിവരക്കൊണ്ടൊന്നും ഞങ്ങൾ CPM കാണിക്കത്തില്ല. പക്ഷെ അത് മാനിപ്പുലേറ്റ് ചെയ്തതാണ്. എന്താണെന്നറിയാം, തൃശ്ശൂർ റോഡിൽ കപ്പലണ്ടി കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന MK കണ്ണൻ കോടികൾ ഉണ്ടാക്കിയെന്ന് എങ്ങനെയാണ് പറഞ്ഞത് മാനിപ്പുലേറ്റ് ചെയ്യുക? അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അല്ല, പറഞ്ഞത് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചതാണോ? ആ ശബ്ദം തൻ്റെതല്ല എന്ന് പറഞ്ഞാൽ തീരുന്നതാണ്. അല്ല, അജിംസോട് എൻ്റെ ഒരു ചോദ്യം, പരിഷ്കൃത കേരള സമൂഹത്തിന് അപമാനമല്ലേ ഇത്തരം വാക്കുകളൊക്കെ? കപ്പലണ്ടി വിറ്റിയ ആൾ കപ്പലണ്ടിക്കാരനായിട്ട് തന്നെ ജീവിതം തുടരണം. അതിൻ്റെ കപ്പലണ്ടി വിൽക്കുന്നവരല്ല മോശക്കാരാണ്. അവർ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരല്ലേ? ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾക്ക് നാളെ അവരുടെ മക്കൾ വിദേശത്തോ നാട്ടിലോ ബിസിനസ്സോ ചെയ്തോ ജോലി ചെയ്തോ പണം ഉണ്ടാക്കിയാലോ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഡ്രൈവറുടെ മകൻ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരൻ സമ്പന്നനായി എന്നൊക്കെ പറയുന്നതൊക്കെ ഈ സാമാന്യ ബുദ്ധിയുള്ള പരിഷ്കൃത കേരള സമൂഹത്തിന് ചേർന്ന് വിമർശനമാണോ? നമ്മളൊക്കെ അങ്ങനെയാണോ ജീവിക്കേണ്ടത്? നമ്മളൊക്കെ ഒരു 15-20 വർഷങ്ങൾക്ക് ജീവിച്ചവരാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ചർച്ചാ വിഷയം പോലുമല്ല. ആ ചെറുപ്പക്കാരന്റെ വായിൽ നിന്ന് അങ്ങനെ വന്നെങ്കിൽ ഓട്ടോ തൊഴിലെടുക്കുന്നവരൊന്നും അന്തസ്സില്ല, പണം സമ്പാദിക്കാനുള്ള അർഹതയില്ല എന്നല്ല പറഞ്ഞത്. അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. MK കണ്ണന് നമുക്കറിയാവുന്ന ജോലി എന്ന് പറയുന്നത് അദ്ദേഹം സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിട്ടൊക്കെ ഇരിക്കുന്ന ആളാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ വരുമാനം എന്താണെന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ വരുമാനം ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ മോളുടെ ഹസ്ബൻഡും മസ്കറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അവരുടെ സൗഹൃദം തോന്നുന്നു. ഞാൻ അന്വേഷിച്ച് മനസ്സിലായതാ. അദ്ദേഹം അവിടുത്തെ ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ സമ്പാദ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ സമ്പാദ്യത്തിലൂടെ ആ മനുഷ്യന് നല്ല ഡ്രസ്സ് പോലും ഇടാൻ പറ്റത്തില്ലേ?